ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതിഷേധാഗ്നി തീർത്ത എറണാകുളം തൃപ്പൂണിത്തുറയിലെ ഹൈന്ദവ വിശ്വാസികൾ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക നരാധമന്മാരുടെ ചെയ്തികൾക്ക് കുടപിടിക്കുന്ന സാംസ്കാരിക നായന്മാർക്കും കപട മതേതരന്മാർക്കും മാധ്യമങ്ങൾക്കും എതിരെയുള്ള ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിക്കുന്നത്. മനസാക്ഷിയുള്ളവരെല്ലാം ബംഗ്ലാദേശിലെ അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പറഞ്ഞു. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഭരണമാറ്റം എന്ന പേരിൽ ആരംഭിച്ച ആ വിപ്ലവം അത് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഹിന്ദുക്കളുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, എന്തിനു ക്ഷേത്രങ്ങൾ, സന്യാസാശ്രമങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വളരെ ഭീകരമായ രീതിയിൽ തകർക്കപ്പെട്ട ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 25ഓളം ആൾക്കാരെ ജീവനോടെ കഴിഞ്ഞ ദിവസം ചുട്ടുകൊന്നിരിക്കുകയാണ്. ഇത്ര ക്രൂരമായി ഒരു മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഈ ഒരവസ്ഥ ബംഗ്ലാദേശിൽ നമുക്കറിയാം. ഏകദേശം 32% ഹിന്ദുക്കളുടെ അവിടുത്തെ ഭൂരിപക്ഷം. അതിന്ന് 8% താഴെയായിരിക്കുന്നു. അപ്പൊ അവിടുത്തെ ഹിന്ദുക്കൾ എങ്ങോട്ട് പോയി? കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ മുന്നേ തന്നെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഡാക്കേശ്വരി ഒരു മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രം തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവിടുത്തെ നല്ലവരായ ഇസ്ലാമുകൾ ഉൾപ്പെടെയുള്ളവർ, മറ്റെല്ലാ മതവിഭാഗങ്ങളും ആ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റു പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു കഴിഞ്ഞു. എത്രയോ ആൾക്കാരെ കൊല ചെയ്തു കഴിഞ്ഞു. പല ആൾക്കാരും ഇപ്പോ അവിടെ നിന്നുള്ള ഭീകരർ ഭാരതത്തിന്റെ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഭാരതത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി ചെറുക്കാൻ വേണ്ടി നമ്മുടെ സൈന്യവും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും വളരെ ജാഗ്രത പുലർത്തി അവിടെ നിലകൊള്ളുകയാണ്. ഈ ഒരവസ്ഥയിൽ ഭാരതത്തിന് ഒരിക്കലും കണ്ണട ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരിക്കലും അതിന് ഈ ഭാരതത്തിനൊന്നുമില്ല മനസാക്ഷിയുള്ളവരെല്ലാം ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. ഇന്ന് മറ്റൊരു വളരെ വലിയ വാർത്ത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി അവിടുത്തെ ഭീകരന്മാരുടെ നേതാവായ താരിഫ് റഹ്മാനുമായിട്ടൊരു സംഗമം നടത്തിയിരിക്കുന്നു. അവിടുത്തെ ബംഗ്ലാദേശിലെ ഈ അക്രമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനസാക്ഷിയുള്ളവരാരും ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നരഹത്യക്ക് കൂട്ടുനിൽക്കില്ല. ആ കൂട്ടുനിൽക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും മനസാക്ഷിയില്ലാത്തവരാണെന്ന് തന്നെ നമുക്ക് തീർത്ത് പറയേണ്ടി വരും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ മുതൽ സന്യാസ ആശ്രമങ്ങൾ വരെ ക്രൂരമായി തകർക്കപ്പെടുകയാണെന്നും ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ഒപ്പമാണ് ഭാരതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് PK പീതാംബരൻ, RSS നഗർ സംഘചാലക് KN ദേവദാസ്, RSS നഗർ കാര്യവാഹ് T രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. വിശ്വ ഹിന്ദു പരിഷത്ത് തൃപ്പൂണിത്തുറ പ്രഖണ്ഡ് പ്രഭാരി BV സുരേഷ് സ്വാഗതവും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സുധീർ കുമാർ ആശംസയും, ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി അനീഷ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു.